എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖത്തെ കരിവാളിപ്പ് മാറ്റി നന്നായിട്ട് ഫേസ് നല്ല തിളങ്ങിയിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കണ്ടാലോ? ചർമ്മം തിളങ്ങാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഏതായാലും എടുക്കാം. പിന്നെ അതിലേക്ക് റോസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 തുള്ളി റോസ് വാട്ടർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് കൂടി ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം, പ്രശ്നമില്ല. അപ്പൊ ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല. ഇത്ര ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോ നല്ലൊരു കൺസിസ്റ്റൻസി ആയി കിട്ടാനായിട്ട് കുറച്ചായിട്ട് വേണം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ് തിളപ്പിക്കാത്ത പാൽ. അപ്പൊ കുറച്ചായിട്ട് തന്നെ അത് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് അതിന്റെ ഒരു പരിവം നമുക്ക് നന്നായിട്ട് ഒരുപാട് തിക്കായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. അപ്പൊ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിത് കിട്ടണം. അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഞാനിവിടെ കുറച്ചായിട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ഇത്തിരി ഒരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അതൊന്ന് ലൂസായിട്ട് കുറച്ച് ലൂസായി കിട്ടാനായിട്ടാണ് ഞാൻ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാ ഏകദേശം ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എല്ലാ ചേരുവകളും കറക്റ്റ് ആയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന തരത്തിൽ വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും, അതല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാനിത് എന്റെ കയ്യിലാണ് തേച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട്, മുഖത്ത് മാത്രമല്ല നമുക്ക് കയ്യിലും കാലിലൊക്കെ കരുവാളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഈ ഒരു മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് നമ്മളൊരു സ്ക്രബ് കൊടുക്കുക, ഓവറായിട്ട് ചെയ്യരുത്. ചെറിയ രീതിയിൽ മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും സൺസ്ക്രീനും വേർപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീക്കം ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ നേർത്ത ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകിക്കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയുന്ന സമയത്ത് ഓവറായിട്ട് സ്ക്രബ് ചെയ്യരുത്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റോസ് വാട്ടറും പാലും ഒക്കെ നമ്മുടെ ചർമ്മത്തിന് ഈർപ്പം നൽകാനും, കാപ്പിപ്പൊടി രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുഖത്ത് വീക്കം കുറയ്ക്കാനും, അരിപ്പൊടി മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സെൻസിറ്റീവ് സ്കിന്നുകാരെ നാരങ്ങ നീര് ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ നല്ല റിസൾട്ട് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ.